മറഞ്ഞവിടെ നിൽക്കും. നമ്മളെല്ലാരും കൂടെ വന്നപ്പോ നോക്കിക്ക് കുഞ്ഞിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുഞ്ഞി പശുവാണ്. ഏറ്റവും ചെറിയ കുഞ്ഞു പശുവാണ് ഈ കൊണ്ടുവന്നത്. അവൻ അതിനെ എടുത്തോണ്ട് പോവാണ് കേട്ടോ. ഓടിക്കോ. 7 ദിവസമായ ഒരു പശുക്കുട്ടിയാണോ? എന്റെ കയ്യിലിരിക്കുന്ന ആരെന്ന് കണ്ടോ? പശുക്കുഞ്ഞാ. നോക്കി, ഇത്രയും അടുത്ത് ഞാനൊരു പശുവിന്റെ അടുത്ത് പോയിട്ടില്ല. നമ്മളെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കുഞ്ഞി ഒരു പശുവിനെ കാണാൻ വേണ്ടി പോയി. ഞാൻ അതിനെ കണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ വീഡിയോസിൽ നേരത്തെ വന്നിട്ടുണ്ട്. ഇവനാണ് അതിനെ വളർത്തുന്നതും പരിപാലിക്കുന്നതും ഒക്കെ. നമുക്ക് പോവാ അതിനെ കാണാൻ. വാ, നമ്മൾ അതിനെ കാണാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ഇവിടെ മഴ പെയ്ത് കേട്ടാ, അതിന്റേതായ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. തീരെ കുഞ്ഞു പശുവാ. നല്ല രസാ. ഒരു 7 ദിവസം ആയിട്ടുള്ളൂ അല്ലേ? എത്ര ദിവസമായി മോനെ? അത് 7 ദിവസം ആയിട്ടേ ഉള്ളൂ അതിനെ പ്രസവിച്ചിട്ട്. നമ്മൾ അതിനെ കാണാൻ വേണ്ടിട്ടാ പോകുന്നത്. നമ്മളിപ്പോ ഈ പോകുമ്പോഴേ കുറെ കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എല്ലാം ഇവര് ഫാമിലി ആയിട്ട് ചെയ്യുന്നത്. അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ട് നല്ലൊരു ജോയിന്റ് ഫാമിലിയാണ്. അവരെല്ലാരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് നമ്മൾ വന്നപ്പോഴേ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ തന്നായിരുന്നു. കയ്യിൽ അതിന്റെ സിമ്പലൊക്കെ ഉണ്ട്. നമ്മള് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെയാണ് അതിനെ നിർത്തിയിരിക്കുന്നത് അല്ലേ? ഇത് ആടാണല്ലേ? ഇവിടെ ആട്ടുംകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് കുഞ്ഞു പശുള്ള സ്ഥലം. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇത് ഒരെണ്ണേ ഉള്ളോ? ഉണ്ട്. ഓക്കെ ഓക്കെ, വാ 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 വാ. നമ്മളെ ഉപദ്രവിക്കൊന്നും ഇല്ലല്ലോ? ഇല്ല, ഓക്കെ. ഞാൻ ഉപദ്രവിക്കത്തൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, വാ വാ വാ. അയ്യോ, ശകുനം പിഴച്ചു. അപ്പിട്ട് എന്നെ സ്വീകരിച്ചു. സാരമില്ല. ഇതാണ് ഇത് കാളയോ? ഇത് കാളയാണ്. ഇദ്ദേഹത്തിന്റെ കുഞ്ഞിനെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഏഷ്യയിൽ ഏറ്റവും ചെറിയ പശു ഇല്ലേ? നിങ്ങൾക്ക് ആരും കണ്ടിട്ടില്ലല്ലോ. എന്റെ തൊട്ട് പറയാൻ ഇപ്പോണ്ട്. മോനെ ഒന്ന് പേടുത്താലോ? മറഞ്ഞവിടെ നിൽക്കും. നമ്മളെല്ലാരും കൂടെ വന്നപ്പോ നോക്കിക്ക് കുഞ്ഞിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുഞ്ഞി പശുവാണ്. എന്താ ചേട്ടാ ഇതിനൊരു ഫോർമൽ നെയിം ഉണ്ടായിരുന്നത്? എന്തായിരുന്നു? അതാണ് നമ്മൾ കാണുന്നത്. ആക്ച്വലി നമ്മുടെ മോദിജി ഒക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത ഒരു പശുക്കുട്ടിയാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഓഫ് ഇതിനൊക്കെ വംശനാശം വന്നോണ്ടിരുന്ന ടൈമില് നമ്മൾ അതിനെ നമുക്ക് ഉണ്ടോ നിങ്ങളെല്ലാം ശരി റെഡി ആക്കുമല്ലേ നമ്മളെ? കുഞ്ഞായോണ്ടേ എല്ലാരും പേരെ കെയറിങ്. അപ്പം നമ്മളെടുത്ത് കഴിഞ്ഞാൽ എല്ലാരും ഓടിക്കും. അതുകൊണ്ടാണ് ഇത് ടെററാ. കാത്തിക്ക് എടുത്തോണേ. അങ്ങനെ നോക്കും. കൊങ്ങന്നൂർ പശു ഇല്ലേ? ഏറ്റവും ചെറിയ കുഞ്ഞു പശുവാണ് ഈ കൊണ്ടുവന്നത്. അവൻ അതിനെ എടുത്തോണ്ട് പോവാണ് കേട്ടോ. തള്ള പശു വന്ന ശബ്ദം ഉണ്ടാക്കുന്നേ. വെയിറ്റുണ്ടോ അനിയാ? അയ്യോ, മിനീഷ വന്ന് എടുക്കുന്നോ? മിനീഷ എടുക്കുന്നോ? എനിക്ക് എടുക്കണമെന്നുണ്ട്. ആണ്ട് അമ്മയുടെ അടുത്തോട്ട് പോവാനത് ഭയങ്കര ബഹളമാ. ഇങ്ങോട്ട് പാടി, ഇങ്ങോട്ട് പാടി. ഇത് പെണ്ണാ കേട്ടോ. എന്ത് പാടി നീ? അമ്മ പോവാനാടി നോക്കി. ഞങ്ങള് ശരിക്കുവേ ഇതിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടായിരുന്നു. അപ്പൊ ഓടി അത് വീട്ടിൽ വന്ന് കേറി. അതിന്റെ അമ്മ എടുത്തോട്ട് വന്ന് കേറി. ഞങ്ങളിനി മേളോട്ട് കൊണ്ടുപോവാ. ഞങ്ങൾ ഇച്ചിരി നേരം മേളോട്ട് കൊണ്ടുപോവാനേ. കേട്ടടി? എടുക്കാവോ? നിന്നെ കണ്ട എല്ലാരും ഇഷ്ടാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ എനിക്കിവിടെ വന്നപ്പോഴേ അവന് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി. നമ്മളുടെ വീടിനകത്ത് നമുക്കൊരു പട്ടിക്കുട്ടീനെ പൂച്ചക്കുട്ടീനെ വളർത്തുന്ന പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പശുവാണ് കേട്ടോ. വീടിനകത്ത് നമുക്ക് വളർത്താൻ പറ്റൂലേ? ഇതിന്റെ ഹെഡിനൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ കുറച്ച് മുഴച്ചിട്ടാണ്. നോർമലി ഉള്ള പശുവിന് പരന്നിട്ടല്ലേ? കണ്ട, ഞാനതാ പറഞ്ഞത്. എനിക്ക് ഇതിനെ കണ്ടപ്പോ കുറച്ച് ഡിഫറൻറ്റ് ഒക്കെ തോന്നിയായിരുന്നു. ഇവിടെ ഒരു ഇങ്ങനെ മുഴച്ചിരിക്കുന്ന ഒരു ഇതുണ്ട്. പിന്നെ ഹെഡിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. സാധാരണ നമ്മൾ കാണുന്ന പശുക്കൾ ഇങ്ങനെയല്ല.
കൊഴുപ്പ് കൂടുതലല്ല പാലിന്. അങ്ങനെയുണ്ടല്ലേ? ഏറ്റവും മിൽക്കാണ് അത്രയും. അപ്പോൾ അതായത് കൊഴുപ്പിന്റെ കണ്ടന്റ് നോർമൽ പശുവിന് 3% ഉള്ളൂ, ഇതിന് 8% ഒക്കെ വരും. അപ്പൊ നമ്മള് റേറ്റ് ഒക്കെ വരുമ്പോഴും നല്ല ചേഞ്ച് ആവും. ചേഞ്ച് ആവും. നിലവിൽ ഈ കുട്ടിക്ക് എന്തോ വിലയുണ്ട്? നല്ല വില, നമ്മള് മോഹവിലയാണ് ഇതിന്. ആ നിലേ നമ്മളെ പ്രധാനമന്ത്രി സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ലേ? അതെ അതെ, അത് സെലിബ്രിറ്റിയുടെ വീടുകളിൽ മാത്രമേ കിട്ടാറുള്ളൂ, സാധാരണക്കാർക്കൊന്നും കിട്ടാറില്ല. അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ അങ്ങനെയാണ് നമുക്കൊരു പശു നിലവിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാലൊടിഞ്ഞ് കാരണം നമ്മളിങ്ങനെ ഒരു പൊങ്കന്നൂർ എന്ന് പറഞ്ഞ ഒരു പശുവിനെ തപ്പി നടക്കുമായിരുന്നു. പക്ഷെ കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെന അറിഞ്ഞ പശുവിനെ നമ്മൾ മേടിച്ച് നമ്മൾ അതിനകത്ത് ആദ്യമായിട്ട് കുട്ടി കിട്ടിയതാ. നിലവിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു പശുക്കുട്ടിയായിരുന്നു കേട്ടോ. അതിനെ ഇപ്പം സപ്പോർട്ട് ചെയ്തേക്കൂല്ലേ? അത് ആന്ധ്രാപ്രദേശ് സർക്കാർ 2013 സർവേ നടത്തിയപ്പോൾ ആന്ധ്രാപ്രദേശിൽ ആകെ 70 പശുക്കുട്ടിയെ അവിടെ മൊത്തത്തിലുള്ളായിരുന്നു. അങ്ങനെ 70 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് മൊത്തത്തിൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംരംഭം തുടങ്ങിയാണ്. ഇത് ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പഞ്ചായത്ത്, ഞങ്ങൾ പട്ടാഴി, കൊല്ലം ജില്ലയിലെ പത്തനാപുരം പട്ടാഴി പഞ്ചായത്താണ്. പഞ്ചായത്തിലെ ആദ്യത്തെ റിപ്പോർട്ടിംഗ് കേസാണ് ഈ പൊങ്കന്നൂർ നടന്ന. മൃഗാശുപത്രി ഡോക്ടർമാരൊക്കെ വന്നായിരുന്നു, അവരെല്ലാം നല്ലതായിട്ട് നമ്മളെ സഹായിച്ച് ഹെൽപ്പ് ചെയ്ത് ഒത്തിരി ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നു. ഇത് ചൂട് ആദ്യത്തെ 2-3 പ്രസവിച്ച് കഴിഞ്ഞാൽ 100 ബാട്ടിന്റെ ബൾബ് ഇട്ട് കൊടുത്ത് അതിന് ചൂട് കൊടുക്കണമായിരുന്നു. അത് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു അതിനെക്കുറിച്ച്. അപ്പൊ അവര് വന്ന് നല്ല വന്നിട്ട് അതിനെക്കുറിച്ച് അത് ചെയ്തിട്ടൊക്കെ പോയി. നിലവിൽ ഇപ്പൊ എത്ര ദിവസമായി? ഇതിപ്പോ 7 ദിവസം, 7ാമത്തെ ദിവസം. പ്രസവിച്ചപ്പോ കുറച്ചുകൂടെ ചെറുതായിരുന്നല്ലേ? ചെറുതായി. ഇപ്പൊ 1.5 അടി ഹൈറ്റ് ഉണ്ട്. മാക്സിമം ഇത് പൊക്കം വരുമ്പോ 2-2.5 അടി ഹൈറ്റ് മാക്സിമം വരത്തുള്ളൂ. ഇച്ചിരി കൂടെ വരുള്ളൂ. ഇതിന്റെ അമ്മയ്ക്ക് പക്ഷെ ഹൈറ്റ് അല്ല, അത് അമ്മ വെച്ചു വേറെ. ഓക്കെ, ശരി ശരി. നമുക്ക് ഇതിനെ മേളിൽ കൊണ്ടുപോവാ. എടുത്തോ. ചേട്ടാ ഓടൂത് നല്ല ഓട്ടം അല്ലേ? എന്താ ഓട്ടം? എവിടെ പോവാ? അങ്ങോട്ട് ഓടിച്ചേ. വിനീഷ് ഓടിക്കോ. 7 ദിവസമായ ഒരു പശുക്കുട്ടിയാണോ? ചുമ്മാ അങ്ങോട്ടും കൂടെ ഓടുവല്ലേ? എന്താ പറയാനുണ്ട്? പറ. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം അതിന്റെ കൂടെ ഓടിക്കളിക്കാൻ. ഓടുന്നുണ്ടോ? വെക്കടാ വെടി പറഞ്ഞിട്ട് ഓടുക. അമ്മ എടുത്തോട്ട് പോവാണേ. കയ്യോ അങ്ങ് പോയി. അമ്മ എടുത്തോട്ട് പോവാല്ലേ? മണിക്കുട്ടേ പേടിച്ചു പോയോ എല്ലാരെയും കണ്ട്? എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ വരുവാന്നൊക്കെ. നല്ല രസം. ആ ഒരു വലിയൊരു കാള എങ്ങനെ നിൽക്കുന്ന ആ ഒരു കാളയുടെ ചെറിയൊരു ഐറ്റം. കാരണം അതിന്റെ നെറ്റിയായാലും അതിന്റെ മുതുകായാലും ആ ഒരു കാണാൻ രസമുണ്ടല്ലേ? തിരുപ്പതി അമ്പലത്തില് ഇതിന്റെ പാല് വെച്ചിട്ടാണ് നമുക്ക് പൂജാകർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ഈ പശുവിന്റെ. ഓ, അങ്ങനെയുണ്ടല്ലോ പ്രത്യേകത. അത്രയും ക്വാളിറ്റി ആണ് പാലിന്. അതെ അതെ, അതാ പറഞ്ഞ സാധാ പശുക്കളെക്കാട്ടും 8% കൊഴുപ്പ് കണ്ടന്റ് കൂടുതലല്ല. പിന്നെ സ്വർണത്തിന്റെ എന്തോ അംശമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതെല്ലാം നാടൻ പശുക്കളെ നമുക്കിത് പെറ്റായിട്ട് വളരും. ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. നമുക്ക് പിന്നെ കാറിനകത്താണേലും എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ അവിടെ കൊണ്ട് വീട്ടിനകത്തിട്ട് വളർത്താൻ കുഴപ്പങ്ങളൊന്നുമില്ല.
നമ്മുടെ മനുഷ്യനായിട്ട് കൂടുതലായിട്ടേ അടുപ്പമായിട്ട് വളരുന്ന ഒരു പശുവാണ്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ബാക്കി പശുക്കളൊന്നും ഇങ്ങനെ ഇത്രയായിട്ട് നമ്മൾ ഇണങ്ങത്തില്ല. ഇതിന്റെ ബ്രീഡ് അങ്ങനത്തെ ആയിരിക്കും. പെട്ടെന്ന് കമ്പനിയാണ്. അതെ അതെ അതെ. എന്റെ കയ്യിലിരിക്കുന്ന ആരെന്ന് കണ്ടോ? പശുക്കുഞ്ഞാ. നോക്കിയേ, ഇത്രയും അടുത്ത് ഞാനൊരു പശുവിന്റെ അടുത്ത് പോയിട്ടില്ല. നമുക്ക് ഭയങ്കര പെറ്റായിട്ട് ഭയങ്കര ഇതായിട്ട് കൊണ്ടുപോകണം കേട്ടോ. നമ്മുടെ ഭയങ്കര കമ്പനിയാവും, പെട്ടെന്ന് കയറി അങ്ങ് അടുക്കും. നോക്കി, തലയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പ കിടക്കും കേട്ടോ. തലയിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പ ആക്കി കിടക്കണം. ആ അതുകൊണ്ട് നടുക്കിരിക്കുന്ന ആഗ്രഹമുണ്ടോ? അവിടെ ഇരുന്നോ? ഞാനോ? ഇത് കിടക്കുന്നില്ലല്ലോ. കിടക്കടാ കിടക്കടാ കിടക്കടി. ഒരു രക്ഷയില്ല. ഇതിന്റെ തള്ളയാ നടക്കുന്ന ബഹളം. ആ ഞാൻ അതാ പറഞ്ഞേ. എടി കള്ളിപ്പെണ്ണേ. നമുക്കേ അന്നേരം ബാക്കി കൃഷികളൊന്ന് കണ്ടാലോ? അങ്ങോട്ട് പോവാം. തിരിച്ചേ വാ. നിങ്ങള് പോ, ഞാൻ നീ വരുന്നില്ല, നീ വരണ്ട. ഓക്കെ ടാറ്റാ. ഇനി കൂട്ടിലിടുവാണോ? കുറച്ചേറെ കളിപ്പിക്കും, പിന്നെ കൊണ്ട് കുട്ടിയുടെ പാല് വിളിക്കും. പോട്ട് എത്ര പേരോ എന്നെ സ്നേഹിക്കാൻ നോക്കേ. പകച്ച് നിൽക്കുക, എങ്ങോട്ട് പോണോ അറിയാമോ? അമ്മ വിളിക്കുന്നോണ്ടേ കേൾക്കുവാ, എവിടുന്ന ശബ്ദം വരുന്നത്.